മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമോചനം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് MLA നജീബ് കാന്തപുരം. അതായത് അതിദാരിദ്ര്യമുക്തം എന്നൊരു പ്രഖ്യാപനം തന്നെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് പറയുന്നത്. കാരണം ഒട്ടനവധി തെളിവുകൾ നിരത്തുകയാണ് കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും. ഇത് വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ഏറിലായിരിക്കുകയാണ്. അതായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30 കണക്ക് പ്രകാരം തന്നെ 2 ലക്ഷത്തിലേറെ ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ തന്നെയുണ്ട് കേരളത്തിൽ എന്നതാണ് സഭയിൽ നിന്നു തന്നെയുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഇത്രയും ആളുകളെ കുബേരന്മാരാക്കിയ ഒരു മായാജാലം അതെന്താണെന്ന് ആർക്കും അറിയില്ല എന്നതാണ് പിണറായി സർക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ ബാക്കിയുള്ളപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങനെ ആളുകളേ ഇല്ല എന്ന് വിളിച്ചു പറയുന്നവർ ജനങ്ങളെ യഥാർത്ഥത്തിൽ വിഡ്ഢികളാക്കുകയായിരുന്നു. ഇത്രയും നല്ലൊരു ദിവസം, കേരളപ്പിറവി ദിവസം, ജനങ്ങളെ വിഡ്ഢികളാക്കിയൊരു ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇത് പൊളിച്ചെടുക്കാൻ ഉപയോഗിച്ചത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചത്. കേരളപ്പിറവിക്ക് ശേഷം ഒരു ഭരണകൂടം നടത്തുന്ന ഏറ്റവും വലിയ നുണപ്രചരണമാണ് ഈ ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനമെന്നാണ് MLA തെളിവ് സഹിതം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ നിയോജക മണ്ഡലത്തിൽ അതിദരിദ്രരായ എത്രയോ മനുഷ്യരെ ഇപ്പോഴും കാണുന്നുണ്ടെന്നും അതിൽ നിരവധി CPM പ്രവർത്തകർ തന്നെ ഉണ്ടെന്നും വ്യക്തമാക്കുകയാണ്. താൻ അവരെ ഹാജരാക്കുക തന്നെ ചെയ്യും. അവർക്ക് കൂടി ഈ 4 മാനദണ്ഡങ്ങളിലെ സൗകര്യം നിങ്ങൾ നൽകണം. അതിദരിദ്രരായ മനുഷ്യരെ മുഖ്യമന്ത്രിയും സർക്കാരും ഇങ്ങനെ അപമാനിക്കുകയാണ്. അതിദരിദ്രരെ ഇല്ലാതാക്കിയ സംസ്ഥാനമായല്ല കേരളം ഇന്നു മുതൽ അറിയപ്പെടാൻ പോകുന്നത്. പകരം അതിദരിദ്രരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടൊരു ഭരണകൂടം എന്ന നിലയിലായിരിക്കുമെന്നും MLA തുറന്നടിച്ചു. ഈ പട്ടിണിപ്പാവങ്ങളെല്ലാം സമ്പന്നരായി എന്ന് സ്ഥാപിക്കുക വഴി സർക്കാർ ഇവർക്ക് ചെയ്തിരിക്കുന്നത് വലിയ ദ്രോഹമാണ്. കാരണം ഇവർക്ക് കിട്ടേണ്ടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ സഹായങ്ങളും ഇന്നത്തോടുകൂടി റദ്ദാവുകയാണ്. തൻ്റെ നിയോജക മണ്ഡലമായ പെരിന്തൽമണ്ണയിൽ തന്നെ 300-ലേറെ SC കോളനികളിൽ, അതായത് സദ്ഗ്രാമങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെളിവുകളെല്ലാം MLA പുറത്തുവിടുന്നത്. അത് വരും ദിവസങ്ങളിൽ ആ തെളിവ് പുറത്തുവിടുമെന്നും അതിനുള്ള മറുപടി പറഞ്ഞേ തീരുമെന്നും നജീബ് കാന്തപുരം MLA മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സത്യത്തിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയും ഭരിക്കുന്ന സമയം മുഴുവൻ മറ്റു തട്ടിപ്പുകൾക്കായി സമയം ഉപയോഗിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയും സർക്കാരും ആ പറഞ്ഞു വച്ച ദിവസം തന്നെ പച്ച നുണ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കിയതാണ്. ആ നോക്കിയത് കയ്യോടെ പിടികൂടിയ ഈ MLAക്ക് ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല. ഈ ഒറ്റ വെല്ലുവിളി തന്നെ മുഖ്യൻ്റെ നീക്കമെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്.